എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മലപ്പുറത്ത് നിലമ്പൂരുള്ള തേക്ക് മ്യൂസിയത്തിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിച്ചു പോരുന്നത്. നിലമ്പൂർ ടൗണിൽ നിന്നും 4 കിലോമീറ്റർ നീങ്ങിയാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് 3-3.5 കിലോമീറ്ററാണ് കഷ്ടിയുള്ളത്. ഒരു ഓട്ടോ പിടിക്കുകയാണെങ്കിൽ എളുപ്പം എത്തിച്ചേരാം. 100 രൂപയാണ് ഓട്ടോയ്ക്ക് ചാർജ് ചെയ്യുന്നത്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ അഡൽട്ട്സിന്, പ്രായപൂർത്തിയായവർക്ക് അതിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് 50 രൂപയാണ്. കുട്ടികൾക്ക് 15 രൂപ എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഫീസ്. വളരെ ഭംഗിയായിട്ട് പരിപാലിച്ചു പോരുന്ന മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ. ഇത് എൻട്രൻസിലുള്ള ഒരു സ്റ്റാച്ചു ആണ്. തലയിലൊക്കെ ഇങ്ങനെ ശിഖരങ്ങളും വേരുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റാച്ചു. അത് ഭൂമി ഇങ്ങനെ കൈപ്പിടിച്ചിരിക്കുന്നു. ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. എന്തായാലും വളരെ മനോഹരമായൊരു സ്റ്റാച്ചു ആണ്. എല്ലാവരും തന്നെ അവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫ്രണ്ടിലൊരു ഗാർഡനുണ്ട്. അതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു കുളമൊക്കെ അവിടെയുണ്ട്. ഒരു ചെറിയൊരു പാലം, വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം, വളരെ കാം ആൻഡ് ക്വയറ്റ് അങ്ങനെയുള്ള ഒരു സ്ഥലം. ഇവിടെ കണ്ടില്ലേ, ചിതൽപ്പുറ്റ് ഉണ്ടായി നിൽക്കുന്നു. അതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ചിതൽപ്പുറ്റുകൾ ആ ഗാർഡനിൽ. ലോക പ്രശസ്തമാണ് ഈ തേക്കിൻ്റെ വേരുകൾ. ഇത് അപ്പ് ആൻഡ് ഡൗൺ ആക്കി വെച്ചിരിക്കുകയാണ്. വേരൊക്കെ മേലേക്ക് വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് പോളിഷൊക്കെ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ റൂട്ട്, നമ്മുടെ തേക്കിൻ്റെ റൂട്ടാണ് ഈ കാണുന്നത്. 1995 ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കാവുന്നത്, സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കാവുന്ന ഒരു നല്ല സ്ഥലമാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം, നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. 2 നിലകളിലായിട്ട് പണിതിരിക്കുന്ന ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഡോറിലേക്കാണ് നമ്മളിപ്പോൾ കടന്ന് വരുന്നത്. ഇതിൻ്റെ അകത്തളത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തടിയാണത്. വിവിധ തരത്തിലുള്ള തേക്കുകളെക്കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ പഴക്കം എങ്ങനെ കണക്കാക്കാം, അതിൻ്റെ വളർച്ച, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് ഒരുപാട് അറിവ് കിട്ടുന്ന ഒരു സ്ഥലം. വീണുടഞ്ഞു താഴികക്കുടം ടടൻ ടടൻ ടടം കേട്ടില്ലേ? ഈ താഴികക്കുടാണത് കേട്ടോ. ഇതിൻ്റെ മേലോടെ കാണാം, താഴികക്കുടം ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാണാം. ഇതാണ് ഇങ്ങനെ വീണുടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിൽ പറയുന്നത്. ഇതല്ല കേട്ടോ വീണുടഞ്ഞത്, ഇതിനെയാണ് താഴികക്കുടം എന്ന് പറയുന്നത്. ഇത് മുഴുവൻ തേക്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. തേക്കിലാണ് ഇവിടെയുള്ള എല്ലാ മരപ്പണികളും. എല്ലാം കാണുന്നത് തേക്കാണ് കേട്ടോ. ഇവിടെ മുഴുവൻ കാണിച്ചതൊന്നും ഞാൻ പിടിച്ചിട്ടില്ല കേട്ടോ, റെക്കോർഡ് ചെയ്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ കുറേ ഉണ്ട്. അത് മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ലേ, ബോറടിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ പെട്ടകം, പണപ്പെട്ടി, പുല്ലാങ്കുഴി, പിന്നെ ചാരുകസേര, അങ്ങനെ ഒരുപാട് തേക്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഗൃഹോപകരണങ്ങളുടെ ഒരു വലിയ കളക്ഷൻ. അതൊക്കെ നന്നായിട്ട് പോളിഷ് ചെയ്ത് നല്ല വെടുപ്പിന് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. 50 രൂപ കൊടുത്താൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അത് നഷ്ടമാവില്ല ഈ മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ. അതുമാത്രമല്ല, ഈ മ്യൂസിയത്തിൻ്റെ പുറത്ത് വളരെ മനോഹരമായിട്ടുള്ള ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ വിശിഷ്ടമാണ് കേട്ടോ. പഴയകാലത്തെ ചാരുകസേര, പിന്നെ ദിവാൻ കോട്ട്, പിന്നെ തൊട്ടിൽ, പിന്നെ മേശ, അങ്ങനെ ഡെസ്ക്, അങ്ങനെ ഒരുപാട് പഴയ കാലത്തെ തേക്ക് കൊണ്ട് ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നതെല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. വിവിധ പ്രായത്തിലുള്ള തേക്കിൻ തടികളുണ്ടല്ലോ, അതിൻ്റെ ഒരു കൂട്ടമാണ്, ഒരു നിരയാണ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത്.
താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ തൊട്ട് മേലെ ഫസ്റ്റ് ഫ്ലോർ വരെയുള്ള ആ പോർഷൻ മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും താഴെ പോയിട്ടേ ആ തേക്കിൻ കൂട്ടത്തിൽ പോയി നിന്നിട്ട് ഫോട്ടോസ് എടുക്കാം. നല്ല ലൈറ്റൊക്കെ ഉണ്ട് അവിടെ, രസമാണ്. അവിടെ ഒരു ഗാർഡനിൽ ഇരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് തോന്നുക. അപ്പോൾ മ്യൂസിയത്തിൻ്റെ വിവിധ ദൃശ്യങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞാൻ കരുതട്ടെ. ഇതിന് തൊട്ട് പുറകിലായിട്ട് വിവിധ തരം ഗാർഡൻസ് ഉണ്ട് ഇവിടെ, പൂന്തോട്ടങ്ങൾ. അതും കൂടി നമുക്ക് പോയി കാണാം. ഈ ഗാർഡൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമെന്ന് പറയുന്നത് ഇതാണ്. 2 തവളകൾ, ഈ കാർട്ടൂണിലേക്ക് തവളകളെ പോലെ അവരിങ്ങനെ ഈ 2 മാക്രികൾ വന്നിരുന്നിട്ട് ഇങ്ങനെ ചെസ്സ് കളിക്കുന്ന ഒരു രൂപം അല്ലെങ്കിൽ ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വളരെ മനോഹരമായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും എവിടെ ചെല്ലുമ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച ഇതാണ്. എല്ലാത്തിൻ്റെയും നല്ല മെയിൻ്റനൻസാണ് എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത്. കോടികൾ മുടക്കിയിട്ട് നമ്മൾ പലതും ഉണ്ടാക്കി വയ്ക്കും, നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വയ്ക്കും, ഉദ്ഘാടനം കഴിയും. പിന്നീട് അതിന് എന്ത് സംഭവിക്കുന്നു എന്ന് ആരും നോക്കാറില്ല. അത് നശിച്ച് കിടക്കുന്നത് പലയിടത്തും കാണുമ്പോൾ ഞാൻ ഒരുപാട് വിഷമിക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വളരെ മനോഹരമായിട്ട് ഇവരിത് സംരക്ഷിച്ചു പോരുന്നു, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നു എന്നുള്ളത് ഒരുപാട് ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ്, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ഉള്ള വിവിധ ദൃശ്യങ്ങളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കുളത്തിൻ്റെ നടുവിലിരുന്നിട്ട് അവരൊരു ചെസ് ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെസ് കളിക്കുകയാണ്. ഇനി നമുക്ക് ജൈവ വിഭവ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മെ ഇവിടെ ആദ്യം ആകർഷിക്കുന്നത് കാട്ടുവള്ളികളുടെ ഒരു കൂട്ടമാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് ഊഞ്ഞാലാടാനും ഇരിക്കാനും സൊറ പറഞ്ഞിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരുപാട് കാട്ടുവള്ളികളുടെ ഒരു വലിയ കൂട്ടം. അതിന് പ്രത്യേക ഒരു സൗന്ദര്യമായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വിവിധ ജൈവ വിഭവങ്ങളാൽ സമൃദ്ധമായ സമ്പുഷ്ടമായ ഗാർഡനാണ്, ഉദ്യാനമാണ്, പൂന്തോട്ടമാണ്. ഈ ഉദ്യാനത്തിൻ്റെ സൗന്ദര്യം വിവരിക്കാനായിട്ട് എൻ്റെ കയ്യിൽ പ്രത്യേക വാക്കുകളൊന്നുമില്ല. അത്ര മനോഹരമാണ്. ഒരുപാട് തൊഴിലാളികളുടെ അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളിവിടെ സന്ദർശിക്കുന്നത് ഏകദേശം ഉച്ച നേരത്താണ്. എന്നിട്ട് കൂടി നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. കാരണം വെയിലിൻ്റെ ശക്തമായ ചൂടുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ സൗന്ദര്യം നോക്കി നിന്ന് പോകും. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ആ കണ്ടത്. അതുപോലെ ഓരോ ഭാഗങ്ങളും നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്, നമ്മളെ ആവേശഭരിതരാക്കുന്നതാണ്. ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ പോരെ. ഇതിൻ്റെ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും അതിൻ്റെ ഫിനിഷിങ്, ആ ഗാർഡനിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടല്ലോ, അത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും കേട്ടോ. അത്ര ഗംഭീരമായിട്ടുള്ള വർക്കുകളാണ്. വളരെ രസമാണ് കാണാനായിട്ട്. ഓരോ മരങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ മ്യൂസിയം മുഴുവൻ കവർ ചെയ്തില്ലെങ്കിലും ഈ ഗാർഡൻ ഉണ്ടല്ലോ, അത് മാക്സിമം ഞാൻ കവർ ചെയ്തു. കാരണം സത്യം പറഞ്ഞാൽ എനിക്കൊരു ഫോറിൻ കൺട്രിയിലൊക്കെ പോയിട്ട് ഒരു ഗാർഡൻ കാണുന്നത് പോലെയാണ് തോന്നിയത്. അത്ര മനോഹരമാണ്. ഇനി ഹെർബൽ ഗാർഡനാണ്. ഇവിടെ ഒരു ടവറുണ്ട്. അതിൻ്റെ മേലെ കയറി നിന്നാൽ അത്യാവശ്യം ഈ ഗാർഡൻ്റെ എല്ലാ ചുറ്റുവട്ടവും നമുക്ക് കാണാൻ കഴിയും. മേലിൽ നിന്നും നല്ല വ്യൂ ആണിത് കാണാനായിട്ട്. ഇപ്പോൾ കുറച്ച് സ്കൂൾ കുട്ടികളൊക്കെ അവിടെ ചുവന്ന ബനിയനൊക്കെ ഇട്ടിട്ട് കയറി നിൽക്കുന്നുണ്ട്. അവരെ മലപ്പുറം ഭാഷയൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നോക്കിയേ, ഇതിൻ്റെ ഇലകൾ കണ്ട തളിക പോലെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തെരുതെരുത്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് തളിക പോലെയുള്ള ഇലകൾ. എന്ത് പ്രത്യേകത ഉണ്ട് അതിന്. ഏതിനാണു ഭംഗി എൻ്റെ പ്രിയ തോഴി എന്നു രാധ കൊഞ്ചി ചോദിച്ചു സഖിയോടാ.
രാധ കൊഞ്ചി ചോദിച്ചു സഖിയോടാ. ഈ ശില്പം വളരെ പ്രസിദ്ധമാണ്. ഈ ശില്പത്തിൻ്റെ ഫേസ് എൻ്റെ ഫേസായി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? ഭംഗിയായിട്ടില്ലേ? ഈ ബാബുവിനൊന്ന് പരീക്ഷിക്കാം. ബാബു അടിപൊളി. രൗദ്രഭാവം കൊണ്ട് നിൽക്കുന്ന ഞാൻ. ടവറിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള കുറച്ച് വ്യൂസാണ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. മേലെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഗാർഡൻ എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഓരോ ചെടിയും ഓരോ മരങ്ങളും നോക്കൂ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള തനിമയുണ്ട്. ഈ പൂജയ്ക്കുള്ള പാത്രങ്ങളിൽ നമ്മൾ വിവിധ തരത്തിലുള്ള പൂജാ സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കില്ലേ, അതുപോലെ ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ. നോക്കൂ, കണ്ടാൽ മതി വരില്ല. ഒരു കടലോളം അല്ലെങ്കിൽ ഒരു മലയോളം അല്ലെങ്കിൽ ഒരു കാടിനോളം നമ്മെ കൊതിപ്പിക്കുന്ന വലിയ കാഴ്ചകൾ, സുന്ദര കാഴ്ചകൾ. ഇപ്പോൾ ഞാൻ മലപ്പുറത്തെയും നിലമ്പൂരിനെയൊക്കെ ഒരുപാട് സ്നേഹിച്ച് തുടങ്ങിയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ നിറയെ ഇപ്പോൾ നിലമ്പൂരാണ്, മലപ്പുറമാണ്, നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗി. തിരികെ നടക്കുമ്പോൾ കാട്ടുവള്ളിക്കൂട്ടത്തിൽ ഒന്നുകൂടി കയറി. മതിയാവുന്നില്ല അവിടെ ചെന്നിരുന്നിട്ട്. അപ്പോൾ അത് കുറേ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട്, ചുവന്ന കുപ്പായൊക്കെ ഇട്ടിട്ടേ. അപ്പോൾ അവരെ കൂടെ കുറച്ച് നേരം ഇരുന്ന് സമയം കളഞ്ഞു. ഹലോ, ഹായ്. നമ്മുടെ കുട്ടികൾ പറയണത് നിങ്ങൾ കേട്ടോളിട്ടാ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ജോബ്സ് വ്ളോഗ്.